സൗമ്യ വധക്കേസിൽ വഴിത്തിരിവ്. ഗോവിന്ദച്ചാമി സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിന് തെളിവെവിടെയെന്ന് സുപ്രീംകോടതി. ഗോവിന്ദച്ചാമി സൗമ്യയെ കൊലപ്പെടുത്തിയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും സുപ്രീംകോടതി. വധശിക്ഷയ്ക്കെതിരായ ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീംകോടതി നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ സൗമ്യ വധക്കേസിലാണ് കൃത്യമായ തെളിവുകളുടെ അഭാവം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത്. കൊലപാതകത്തിനു മുമ്പ് സൗമ്യ ബലാത്സംഗത്തിന് ഇരയായി എന്ന് ശാസ്ത്രീയമായി അംഗീകരിച്ച സുപ്രീംകോടതി പക്ഷേ കൊലപാതക കുറ്റം പൂർണ്ണമായും അംഗീകരിച്ചില്ല. ഗോവിന്ദച്ചാമി വധിച്ചതിന് കൂടുതൽ തെളിവുകൾ വേണം. സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിന് തെളിവുണ്ടോയെന്നും കോടതി ആരാഞ്ഞു. സൗമ്യ സഞ്ചരിച്ചിരുന്ന ബോഗിക്ക് സമീപമുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലെ വാതിലിൽ നിന്ന് ഒരാളുടെ സാക്ഷിമൊഴിയാണുള്ളത്. ട്രെയിനിൽ നിന്നും ചാടുന്നത് കണ്ടു എന്നാണ് സാക്ഷിമൊഴി. ഇത് തള്ളിയിട്ടതാണോ അതോ സൗമ്യ സ്വയം ചാടിയതാണോ എന്ന് സുപ്രീംകോടതി ആരാഞ്ഞു. മരണകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തലക്കേറ്റ മുറിവ് വീഴ്ചയിലും സംഭവിക്കാം. അത് ഗോവിന്ദച്ചാമി കല്ലുകൊണ്ടിടിച്ചുണ്ടാക്കിയ മുറിവാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. സാഹചര്യ തെളിവുകൾ മാത്രമാണ് കൊലപാതക കുറ്റം തെളിയിക്കാനായുള്ളത്. പ്രോസിക്യൂഷനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ തോമസ് പി ജോസഫ് ഹാജരായി. ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകന്റെ വാദവും പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാൻ കേസ് മാറ്റി. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദച്ചാമിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. 2011 ഫെബ്രുവരി 1 കൊച്ചി ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിലെ യാത്രക്കാരിയായ സൗമ്യ വധിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗോവിന്ദച്ചാമിയെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി സൗമ്യയുടെ അമ്മ. കേസിന്റെ വിശദാംശങ്ങൾ അറിയാവുന്നത് അഡ്വക്കേറ്റ് സുരേഷിനെന്നും സുരേഷിനെ സുപ്രീംകോടതി അഭിഭാഷകനാക്കണമെന്നും സൗമ്യയുടെ അമ്മ. കേസിൽ തെളിവില്ലെന്ന വാദം തെറ്റാണ്. സൗമ്യയുടെ ശരീരത്തിൽ നിന്നടക്കം തെളിവുകൾ ലഭിച്ചിരുന്നതായും സൗമ്യയുടെ അമ്മ പറഞ്ഞു. ഗോവിന്ദച്ചാമി ഒരിക്കലും പുറത്തിറങ്ങരുത്. നമുക്ക് വേണ്ടത് ഹൈക്കോടതി വാദിച്ച സുരേഷൻ വക്കീൽ തന്നെ സുപ്രീം കോടതി വാദത്തിന് വരണം. ഈ കേസ് അന്വേഷിച്ച സാറുമാരും എല്ലാവരും അവിടെ എത്തണം. ഇത് തെളിവില്ല എന്ന് പറഞ്ഞത് എന്തേന്നുള്ളത് എനിക്കും അറിയാതെ ഇപ്പം ഞാനിരിക്കുന്നത്. ഒരു അമ്മയുടെ വിഷമം എന്താണെന്നും കൂടി മനസ്സിലാക്കണം. ഏത് കോടതി വാദിക്കുകയാണെങ്കിലും ഒരു അമ്മയുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കണം. മുംബൈയിൽ നഴ്സായിരുന്ന പ്രീതി രതിയെ ആശ്രയിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി അങ്കൂർ പൻവറിന് വധശിക്ഷ. മുംബൈയിലെ പ്രത്യേക വനിതാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2013 24-കാരിയായ പ്രീതി രതി കൊല്ലപ്പെടുന്നത്. ഇന്ത്യൻ നാവികസേനയിൽ നഴ്സായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് പ്രീതി കൊല ചെയ്യപ്പെട്ടത്. വടക്കുകിഴക്കൻ ദില്ലിയിലെ നറേല സ്വദേശിനിയായിരുന്നു പ്രീതി രതി. നേവിയിൽ ചേരാനായി പിതാവിനൊപ്പം ഗരീബ് രഥ് എക്സ്പ്രസിൽ മുംബൈയിലേക്ക് എത്തിയതായിരുന്നു പ്രീതി. ബാന്ദ്ര ടെർമിനൽസിൽ ട്രെയിൻ ഇറങ്ങിയ ഉടനെയായിരുന്നു അങ്കൂർ ആക്രമണം നടത്തിയത്. ഗുരുതരമായ രീതിയിൽ പൊള്ളലേറ്റ പ്രീതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 2013 ജൂൺ 1 പ്രീതി മരിക്കുകയായിരുന്നു. പ്രീതിയുടെ അക്രമിയെക്കുറിച്ചുള്ള അന്വേഷണം ആദ്യം എത്തിയത് റോഹ്തക്കിലെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയിലായിരുന്നെങ്കിലും തെളിവ് ലഭിക്കാത്തതിനാൽ വിട്ടയക്കുകയായിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് അങ്കൂർ പിടിയിലാവുന്നത്. അങ്കൂറിന് പ്രീതിയോട് കടുത്ത പ്രണയമുണ്ടായിരുന്നു. നേവിയിൽ ചേരാതെ പ്രീതി തന്നെ വിവാഹം കഴിക്കണമെന്ന അങ്കൂറിന്റെ ആവശ്യം പ്രീതി നിഷേധിച്ചതാണ് കൊലപാതക കാരണം. ഇക്കാര്യം പ്രീതി തന്റെ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. ഈ സുഹൃത്തിന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. ന്യൂസ് ഡെസ്ക്. പീപ്പിൾ ഇൻവെസ്റ്റിഗേഷൻ. നിയമങ്ങൾ കാറ്റിൽ പറത്തി അന്തർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നു. നിലവിൽ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് മാത്രമാണ് അന്തർ സംസ്ഥാന പാതയിൽ സർവീസ് നടത്താൻ അനുമതിയുള്ളത്. ഇത് സംബന്ധിച്ച ഉഭയകക്ഷി കരാറും സുപ്രീം കോടതി വിധിയും കാറ്റിൽ പറത്തിയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. സംസ്ഥാന സർക്കാരുകൾ തമ്മിലുണ്ടാക്കുന്ന ഉഭയകക്ഷി കരാറിന്റെ അടിസ്ഥാനത്തിലാണ് 2 സംസ്ഥാനങ്ങൾക്കകത്ത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് സർക്കാരുകളുമായി കരാർ നിലവിലുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്കും തിരിച്ചും സാധാരണ യാത്രക്കാരുമായി സർവീസ് നടത്താൻ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. എന്നാൽ സ്വകാര്യ ബസ്സുകൾ കോൺട്രാക്ട് ഗാരേജ് ലൈസൻസുകളെടുത്താണ് സമാന്തരമായി സർവീസ് നടത്തുന്നത്. കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റുകളിൽ ടിക്കറ്റ് വിൽപ്പന നടത്തി യാത്രക്കാരുമായി സർവീസ് നടത്താൻ പാടില്ലെന്നാണ് നിയമം. എന്നാൽ യാത്രക്കാർക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സൈറ്റുകളും നഗരങ്ങളിൽ റിസർവേഷൻ സെന്ററുകളും തുറന്നു വച്ചാണ് സ്വകാര്യ ബസ് കമ്പനികൾ യാത്രക്കാരെ കണ്ടെത്തുന്നത്. KSRTE വർക്കിംഗ് പ്രസിഡന്റ് KK ദിവാകർ. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ അതിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ബസ്സുകളുടെ പരിശോധന നടത്തി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയ രൂപത്തിൽ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അടിയന്തരമായി അവസാനിപ്പിക്കണം. ഈ കൊള്ള അവസാനിപ്പിക്കാൻ കഴിയണമെങ്കിൽ ഇത്തരം റൂട്ടുകളെല്ലാം പൂർണ്ണമായും
സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഏറ്റെടുക്കണം. അന്തർ സംസ്ഥാന പാതയിൽ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾക്ക് മാത്രമേ സർവീസ് നടത്താവൂ എന്ന സുപ്രീം കോടതി വിധിയും നിലവിലുണ്ട്. ഈ വിധി നിലനിൽക്കെയാണ് കോൺട്രാക്ട് കാരേജ് ലൈസൻസുകളുടെ മറവിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന സർവീസിലൂടെ സംസ്ഥാന ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് ലഭിക്കേണ്ട ഭീമമായ വരുമാനമാണ് സ്വകാര്യ ബസ് ലോബി ചോർത്തിക്കൊണ്ടുപോകുന്നത്. കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. പക്ഷേ അന്തർ സംസ്ഥാന പാത കൈയടക്കി വെച്ചിരിക്കുന്ന സ്വകാര്യ ബസ് ലോബിയെ ആര് നിയന്ത്രിക്കുമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ജിബേഷിനോടൊപ്പം സിജു കണ്ണൻ. അനധികൃത സർവീസിലൂടെ സ്വകാര്യ ബസ് ലോബി അന്തർ സംസ്ഥാന പാതയിൽ നിന്ന് കൊയ്തെടുക്കുന്നത് ലക്ഷങ്ങളാണ്. നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ വ്യത്യസ്ത നിരക്കുകൾ ഈടാക്കുന്ന സ്വകാര്യ ബസ് കമ്പനികൾ അക്ഷരാർത്ഥത്തിൽ യാത്രക്കാരന്റെ പോക്കറ്റടിക്കുകയാണ്. ഉത്സവ സീസണുകളും അവധി ദിവസങ്ങളുമാണ് സ്വകാര്യ ബസ് കമ്പനികളുടെ കൊയ്ത്തുകാലം. ബാംഗ്ലൂർ കോഴിക്കോട് റൂട്ടിൽ സാധാരണ ബസ് മുതൽ സ്കാനിയ ബസ് വരെ സർവീസ് നടത്തുന്ന കേരള കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ 350 രൂപ മുതൽ പരമാവധി 1200 രൂപ വരെയാണ് ബസ് ചാർജായി ഈടാക്കുന്നത്. എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ ടിക്കറ്റ് ചാർജ് 650 രൂപ മുതൽ 2200 രൂപ വരെയാണ്. ബസ്സുകൾ പുറപ്പെടുന്ന സമയത്തിനുണ്ടാകുന്ന മാറ്റമനുസരിച്ച് വരെ ടിക്കറ്റ് നിരക്കിലും മാറ്റമുണ്ടാവും. ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ ഇവർ ചാർജ് എക്സ്ട്രാ ഈടാക്കുന്നുണ്ട്. അതായത് ഏകദേശം ഡബിൾ തന്നെ ഞങ്ങളിരുന്ന് ഈടാക്കുന്നുണ്ട്. റേറ്റ് കുറേ കൂട്ടി വരുന്നുണ്ട്. ഈ ഹോളിഡേയ്സും അതേ വീക്കെൻഡ്സും അതേപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടെങ്കിൽ റേറ്റ് കൂടി വരുന്നുണ്ട്. ഉത്രാടത്തിന്റെ തലേന്നാൾ കോഴിക്കോട്ടേക്ക് കർണാടക റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്ലീപ്പർ ബസ്സിന് ഈടാക്കുന്നത് 839 രൂപയും കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സ്കാനിയ ബസ്സിന് 1100 രൂപയുമാണ്. എന്നാൽ സ്വകാര്യ കമ്പനിയുടെ സെമി സ്ലീപ്പർ വോൾവോ ബസ്സിന് യാത്ര ചെയ്യണമെങ്കിൽ 2200 രൂപ നൽകണം. 2 മാസം മുമ്പ് കണ്ണൂരിലേക്ക് നോൺ സ്ലീപ്പർ എസി ബസ്സിന് 500 രൂപ മുതൽ 650 രൂപ വരെയായിരുന്നു ചാർജ് ഈടാക്കിയിരുന്നതെങ്കിൽ ഓണക്കാലം എത്തിയപ്പോൾ ഇത് 1111 രൂപയായി കുത്തനെ ഉയർത്തി. കഴിഞ്ഞ ജൂൺ 15-ന് കോഴിക്കോട്ടേക്ക് സ്വകാര്യ കമ്പനിയുടെ വോൾവോ സെമി സ്ലീപ്പർ ബസ്സിന് ബാംഗ്ലൂരിൽ നിന്നുള്ള ചാർജ് 1066 രൂപയായിരുന്നത് ഓണത്തോടടുത്ത ദിവസം എത്തിയപ്പോൾ ഇരട്ടിയായി. ഈ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ സ്വകാര്യ ബസ് കമ്പനികൾ യാത്രക്കാരെ ചൂഷണം ചെയ്യുന്നതിന്റെ വ്യാപ്തി വ്യക്തമാവും. ആവശ്യത്തിന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകളും ട്രെയിനുകളുമില്ലാത്ത തിരക്കേറിയ സമയങ്ങളിൽ സ്വകാര്യ ബസ് കമ്പനികൾ പറയുന്ന പണം നൽകി യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻമന്ത്രി കെ ബാബുവിനെതിരെ കുരുക്കുമുറുകുന്നു. ബാബുവിനെതിരായ അന്വേഷണം തുറമുഖ വകുപ്പിലേക്ക് നീങ്ങുകയാണ്. ബാബു കൈകാര്യം ചെയ്ത മറ്റു വകുപ്പുകളിലും ക്രമക്കേട് കണ്ടെത്തി. സ്വത്ത് സമ്പാദ്യ പരിശോധനയിൽ വിജിലൻസ് ഇതുവരെ പിടിച്ചെടുത്തത് 200-ൽ പരം രേഖകളാണ്. ബാബുവിന്റെ വിദേശയാത്രകളുടേതടക്കം വിജിലൻസ് അന്വേഷിക്കും. തുറമുഖ വകുപ്പ് കേന്ദ്രീകരിച്ച് ക്രമക്കേട് നടത്തിയതായാണ് വിജിലൻസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. തൃപ്പൂണിത്തുറയിൽ ബാബുവിന്റെ ബിനാമി ബാബുറാമിന്റെ 20 ഏക്കറോളം വരുന്ന ഭൂമിയിലേക്ക് റോഡ് നിർമ്മിച്ചു നൽകിയത് തുറമുഖ വകുപ്പ് ഫണ്ട് ഉപയോഗിച്ചാണെന്നാണ് കണ്ടെത്തൽ. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം. കൂടാതെ മന്ത്രിയായിരുന്ന സമയത്ത് വിദേശയാത്രകളെക്കുറിച്ചും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. സിംഗപ്പൂർ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഉൾപ്പെടെ യാത്ര നടത്തിയതിന് സർക്കാർ അനുമതി ഉണ്ടോ എന്നും ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ 45 ലക്ഷം രൂപയുടെ ആഡംബര കാർ വാങ്ങാൻ ചെലവഴിച്ച പണത്തിന്റെ ഒരു പങ്ക് പ്രമുഖ അബ്കാരിയുടെ അക്കൗണ്ടിൽ നിന്നാണെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചും വിജിലൻസ് അന്വേഷിച്ചു വരികയാണ്. ബാബുവിന്റെ പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചെടുത്ത രേഖകൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇവ തിരികെ വാങ്ങിയ ശേഷം വിശദമായ പരിശോധന നടത്തും. ഒരാഴ്ചയ്ക്കകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വസ്തു സമ്പാദനത്തിന്റെ മറവിൽ കോടികൾ അപഹരിച്ച BDJS നേതാവ് അഡ്വക്കേറ്റ് KM സന്തോഷ് കുമാറിനെ സംരക്ഷിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനും തുഷാറുമാണെന്ന് SNDP യൂണിയൻ മുൻ ബോർഡ് മെമ്പർ KI ഗോപാലൻ. സന്തോഷിനെതിരെയുള്ള കേസുകൾ അട്ടിമറിച്ചത് KM മാണിയാണെന്നും SNDP മീനച്ചിൽ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. KM സന്തോഷ് കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറായ മീനച്ചിൽ യൂണിയനിലെ സാമ്പത്തിക തട്ടിപ്പ് സംബന്ധിച്ച് നിരവധി പരാതികൾ യോഗം ജനറൽ സെക്രട്ടറിക്ക് നൽകിയിരുന്നു. യൂണിയനു വേണ്ടി വസ്തു വാങ്ങിയെന്ന വ്യാജേന വസ്തുവിന്റെ യഥാർത്ഥ ഉടമകൾ അറിയാതെ സന്തോഷ് കുമാർ എഴുതിയുണ്ടാക്കിയ ഉടമ്പടി പ്രകാരം ചെക്കുകൾ എഴുതി ഓഫീസ് ജീവനക്കാരെയും യൂണിയൻ കൌൺസിലർമാരെയും ഉപയോഗിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്തു. ഇതിനു പുറമെ മൈക്രോ ഫിനാൻസ് അക്കൗണ്ടിൽ നിന്നും 3/4 കോടിയോളം രൂപ സന്തോഷ് കുമാർ തിരിമറി നടത്തി. ഈ തട്ടിപ്പിന്റെ വ്യക്തമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും യാതൊരുവിധ അന്വേഷണവും നടത്താതെ സന്തോഷ് കുമാറിനെ സംരക്ഷിക്കുകയും തട്ടിപ്പിന് ഒത്താശകൾ ചെയ്തു കൊടുക്കുകയുമാണ് വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ചെയ്തതെന്ന് SNDP മുൻ ബോർഡ് മെമ്പർ കൂടിയായ KI ഗോപാലൻ പറഞ്ഞു. സന്തോഷിന്റെ നടപടിയെ പറ്റി ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ പരാതി പറയുകയും നേരത്തെ വെള്ളാപ്പള്ളി നടേശനെയും തുഷാർ വെള്ളാപ്പള്ളിയെയും ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പക്ഷേ അവർ സന്തോഷ് കുമാറിന് അനുകൂലമായി നിലപാടാണ് അവരെടുത്തിട്ടുള്ളത്. UDF ഭരണകാലത്ത് സന്തോഷിനെതിരായ കേസുകൾ അട്ടിമറിക്കാൻ സമ്മർദ്ദം ചെലുത്തിയത് മുൻമന്ത്രി KM മാണിയാണ്.
പാലായിൽ BDJS നേതാവായ സന്തോഷ് കുമാർ പകൽ BJPക്കും രാത്രി KM മാണിക്കും വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത്. കേസ് അട്ടിമറിച്ച് കളയാനായിട്ട് ഞാൻ കൊടുത്ത കേസ് അട്ടിമറിച്ച് കളയാൻ വേണ്ടിയിട്ട് തുഷാറും വെള്ളാപ്പള്ളി നടേശനും കൂടി അനുകൂലിച്ചുകൊണ്ട് KM മാണിയുടെ സപ്പോർട്ടോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ സന്തോഷ് കുമാറിനെ SNDP ഭാരവാഹിത്വത്തിൽ നിന്നും പുറത്താക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും മീനച്ചിൽ SNDP യൂണിയൻ സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സാക്യൂർ റഹ്മാൻ ലഖ്വി ഉൾപ്പെടെ 7 ഭീകരർക്ക് പാക് കോടതി നോട്ടീസ് അയച്ചു. ഭീകരർ ഇന്ത്യൻ തീരത്തെത്താൻ ഉപയോഗിച്ച ബോട്ട് പരിശോധിക്കണമെന്ന ഹർജി പരിഗണിച്ചാണ് കോടതി നടപടി. സെപ്റ്റംബർ 22-നകം നോട്ടീസിന് മറുപടി നൽകാനാണ് ഉത്തരവ്. കറാച്ചിയിൽ നിന്ന് മുംബൈ തീരത്തേക്ക് ഭീകരർ എത്തിയ ബോട്ടിന്റെ പരിശോധനാ നടപടി പൂർത്തിയാക്കണമെന്ന ഹർജി പരിഗണിച്ചാണ് ഇസ്ലാമാബാദ് തീവ്രവാദ വിരുദ്ധ കോടതിയുടെ നടപടി. അൽഹൌസ് എന്ന ഈ ബോട്ടിലാണ് 166 പേരെ കൊലപ്പെടുത്തിയ 2008 മുംബൈ ഭീകരാക്രമണത്തിനായി ഭീകരർ മുംബൈ തീരത്തേക്ക് എത്തിയത്. തീവ്രവാദികൾ ഇന്ത്യയിലെത്താൻ ഉപയോഗിച്ച ഈ ബോട്ട് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ സാക്യൂർ റഹ്മാൻ ലഖ്വി ഉൾപ്പെടെ 7 പേർക്കാണ് നോട്ടീസ്. ഈ മാസം 22-നകം നിലപാട് അറിയിക്കാനാണ് കുറ്റാരോപിതരോടും പ്രോസിക്യൂഷനോടും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ കറാച്ചിയിലെ പാക് അധികൃതരുടെ പക്ഷമാണ് ബോട്ട്. നേരത്തെ ലാഹോർ കോടതി സാക്യൂർ റഹ്മാൻ ലഖ്വിയെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തീവ്രവാദ വിരുദ്ധ കോടതി ലഖ്വിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. മറ്റ് 6 ഭീകരർ റാവൽപിണ്ടിയിലെ ജയിലിലാണ്. നേരത്തെ ഭീകരാക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷന് ബോട്ട് പരിശോധിക്കാനുള്ള അനുമതി വിചാരണ കോടതി നിഷേധിച്ചിരുന്നു. വിചാരണ കോടതിയുടെ ഉത്തരവ് ഇസ്ലാമാബാദ് ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു. 6 വർഷമായി വിചാരണ വൈകുന്ന കേസിൽ പാകിസ്ഥാൻ നീതി നിഷേധിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയും ആരോപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലക്ഷങ്ങൾ മുടക്കി കാസർഗോഡ് നഗരസഭ നിർമ്മിച്ച അത്യാധുനിക വാതക ശ്മശാനം ഉദ്ഘാടനം നടത്തി 1 വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തനരഹിതം. കുഴൽക്കിണറിന്റെ അഭാവമാണ് വാതക ശ്മശാനം പ്രവർത്തിക്കുന്നതിന് തടസ്സമായി അധികൃതർ നൽകുന്ന വിശദീകരണം. കുഴൽക്കിണർ കുഴിക്കാനുള്ള പണം നഗരസഭാ കൌൺസിൽ യോഗം പാസാക്കിയെങ്കിലും ടെൻഡർ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. പരമ്പരാഗത രീതിയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വന്നിരുന്ന കാസർഗോഡ് നഗരസഭയുടെ നുള്ളിപ്പാടിയിലെ ശ്മശാനം 60 ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ചാണ് 2 വർഷം മുമ്പ് അത്യാധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മാണം നടത്തിയത്. വാതകം ഉപയോഗിച്ച് മൃതദേഹങ്ങൾ കത്തിക്കുന്നതാണ് പുതിയ സംവിധാനം. പ്രവർത്തന സജ്ജമാകും മുമ്പ് തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നഗരഭരണക്കാർ ശ്മശാനം ഉദ്ഘാടനം ചെയ്തു. എന്നാൽ കുഴൽക്കിണറിന്റെ അഭാവം കാരണം വാതക ശ്മശാനം പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ്. വാർഡ് കൌൺസിലർ ദിനേശൻ 2 വർഷം മുമ്പ് പണിയെല്ലാം പൂർത്തീകരിച്ച് ഗ്യാസ് ചേമ്പർ കാര്യങ്ങളൊക്കെ റെഡിയായി. പക്ഷെ എന്നാലും ഉദ്ഘാടനം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നിസ്സാരമാണ്. കാരണം ആകെ വേണ്ടത് ബോർവെലാണ്. 4 മാസം മുമ്പ് തന്നെ കൗൺസിൽ പാസ്സാക്കി ബോർവെലിൻ്റെ കാര്യം. പക്ഷെ എന്നിട്ടും ഇപ്പോഴും പണി പൂർത്തീകരിക്കുന്നു. ഇപ്പോൾ പ്രയാസം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോൾ ഇതുപോലത്തെ ശ്മശാനം വേറെ ഇല്ല. അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുഴൽക്കിണർ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിച്ചുകൊണ്ട് നഗരസഭായോഗം തീരുമാനം കൈക്കൊണ്ടുവെങ്കിലും ഇനിയും അതിനുള്ള ടെൻഡർ നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രക്ഷോഭം തുടങ്ങുവാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാലക്കാട് വേലന്താവളം വാണിജ്യ നികുതി ചെക്ക് പോസ്റ്റിൽ നടന്ന വിജിലൻസ് റെയ്ഡിൽ 3 ലക്ഷം രൂപ കണ്ടെടുത്തു. ചെറിയ കെട്ടുകളായി പൊതിഞ്ഞു സൂക്ഷിച്ച പണം പാലക്കാട് വിജിലൻസ് സംഘമാണ് കണ്ടെത്തിയത്. കൈക്കൂലി ഇനത്തിൽ ലഭിച്ചതാണ് ഈ തുകയെന്ന് കരുതുന്നു. രാവിലെ 10 മണിയോടെയാണ് വിജിലൻസ് സംഘം പരിശോധന ആരംഭിച്ചത്. പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി എം സുകുമാരന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ഓണക്കാലമായതിനാൽ വേലന്താവളം ചെക്ക് പോസ്റ്റ് വഴി ചരക്ക് ലോറികളുടെ തിരക്ക് കൂടുതലുണ്ട്. തിരക്കൊഴിവാക്കി വാഹനങ്ങൾ പെട്ടെന്ന് കടത്തിവിടാൻ വാണിജ്യ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതായി വിജിലൻസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടന്നത്. ചെറിയ കെട്ടുകളാക്കി പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലായിരുന്നു പണം. കൈക്കൂലിയായി ലഭിച്ച പണം ഉദ്യോഗസ്ഥർക്ക് വീതിച്ചെടുക്കാൻ പാകത്തിൽ വെച്ചതാണെന്ന് കരുതുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഇൻസ്പെക്ടർമാരായ പ്രഭാകരൻ, എൻ നസീം, ക്ലറിക്കൽ അസിസ്റ്റന്റ് മൊയ്തീൻ, ഓഫീസ് അസിസ്റ്റന്റ് മോഹൻ എന്നിവർക്കെതിരെ വിജിലൻസ് നടപടിക്ക് ശുപാർശ ചെയ്തതായി ഡിവൈഎസ്പി എം സുകുമാരൻ പറഞ്ഞു. ഇപ്പോൾ ഓണക്കാലം കൊണ്ട് കഴിഞ്ഞ 2 ആഴ്ച ഞങ്ങൾ വാച്ച് ചെയ്യായിരുന്നു. കൂടുതൽ വാഹനങ്ങൾ ഈ വഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിൽ ഇ പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ ബ്രൈബും കളക്ട് ചെയ്തുകൊണ്ടാണ് ഈ നടക്കുന്നത്. ചെറിയ ചെറിയ ബണ്ടിലാക്കി ഓഫീസിനകത്ത് പല ഭാഗത്തും വയ്ക്കും. ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ അവർ പോകും. ചൊവ്വാഴ്ച രാവിലെ 8 മണി മുതൽ ഇന്ന് രാവിലെ 8 മണി വരെയുള്ള 48 മണിക്കൂർ സമയത്തിനുള്ളിൽ ലഭിച്ച പണമാണിത്. ഇതേസമയം നികുതി ഇനത്തിൽ സർക്കാരിലേക്ക് ലഭിച്ചത് 71,200 രൂപയും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
മറയൂർ ചന്ദനക്കാട്ടിലെ വേലിക്കുള്ളിൽ കുടുങ്ങിയ കാട്ടുപോത്തുകളെ മാറ്റാൻ വിചിത്ര ഉത്തരവ്. തൊട്ടടുത്ത വന്യജീവി സങ്കേതമുള്ളപ്പോൾ 240 കിലോമീറ്റർ അകലെയുള്ള വനത്തിലേക്ക് മാറ്റാനാണ് വിചിത്ര ഉത്തരവ്. മയക്കുവെടി വെച്ചോ കൂട്ടിലടച്ചോ കാട്ടുപോത്തുകളെ മാറ്റണമെന്നാണ് ഉത്തരവ്. ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ ശുപാർശ പ്രകാരം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഉത്തരവിറക്കിയത്. മറയൂർ ചന്ദന ഡിവിഷൻ കാടുകളിൽ വനം വകുപ്പ് അശാസ്ത്രീയമായി തീർത്ത കമ്പിവേലിക്കുള്ളിൽ കുടുങ്ങിയ വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുപോത്തുകൾക്ക് കഷ്ടകാലം മാറുന്നില്ല. കാട്ടുപോത്തുകളുടെ ദുരവസ്ഥ സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടതിനെ തുടർന്ന് പ്രശ്നത്തിന് പരിഹാരം കാണാൻ വനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇതിന്റെ മറവിലാണ് കാട്ടുപോത്തുകളെ മറയൂരിൽ നിന്നും 240 കിലോമീറ്റർ അകലെയുള്ള കോടനാട് വനമേഖലയിലേക്ക് മാറ്റാനുള്ള വിചിത്ര ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. മറയൂർ ഡിവിഷനിന്റെ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നത് ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രമാണെന്നത് മറച്ചുവെച്ചാണ് മയക്കുവെടിവെച്ച് കാട്ടുപോത്തുകളെ 240 കിലോമീറ്റർ അപ്പുറമുള്ള വനമേഖലയിലേക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ പ്രധാന സംരക്ഷിത മൃഗങ്ങളിൽപ്പെട്ടതാണ് കാട്ടുപോത്ത് എന്നതാണ് ഏറെ രസാവഹം. വനം വകുപ്പിന്റെ വെറ്റിനറി ഓഫീസറുടെ ശുപാർശ പ്രകാരമാണ് പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. 12ഓളം കാട്ടുപോത്തുകളാണ് വേലിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതെങ്കിലും ഇവയിൽ 3 ആരോഗ്യസ്ഥിതി വിലയിരുത്തിയാണ് കാട്ടുപോത്തുകളെ ഒന്നാകെ 240 കിലോമീറ്റർ അകലെയുള്ള വനത്തിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ബൈക്ക് മോഷണ സംഘത്തിലെ കൂടുതൽ പ്രതികൾക്ക് വേണ്ടി പെരുമ്പാവൂർ പോലീസ് അന്വേഷണം തുടങ്ങി. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത പ്രതികളെ പെരുമ്പാവൂർ കോടതി റിമാൻഡ് ചെയ്തു. സ്ഫോടനം നടത്തി ATM കവർച്ച ചെയ്യാൻ ശ്രമിച്ച പ്രതി ഉൾപ്പെടെ 5 ബൈക്ക് മോഷണ സംഘത്തെയാണ് ഇന്നലെ പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂത്താട്ടുകുളം സ്വദേശികളായ എബിൻ, ബിബിൻ, പെരുമ്പാവൂർ സ്വദേശി ചന്ദ്രബോസ്, കാലടി സ്വദേശി കൃഷ്ണദാസ്, അറക്കപ്പടി സ്വദേശി അനസ് എന്നിവരെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 8 എൻഫീൽഡ് ബുള്ളറ്റും 3 പൾസർ ബൈക്കുകളും കണ്ടെടുത്തിരുന്നു. പെരുമ്പാവൂർ, കാലടി, മൂവാറ്റുപുഴ, പത്തനംതിട്ട തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് സംഘം ബൈക്കുകൾ മോഷ്ടിച്ചത്. മോഷ്ടിച്ച വാഹനങ്ങൾക്ക് വ്യാജ RC ബുക്കും ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റും നിർമ്മിച്ച ശേഷം ഓൺലൈൻ വ്യാപാര സൈറ്റായ OLX വഴിയായിരുന്നു വിൽപ്പന. പകൽ കറങ്ങി നടന്ന് ആളില്ലാതെ കാണുന്ന എൻഫീൽഡ് ബുള്ളറ്റുകൾ നോട്ടമിടുന്ന സംഘം രാത്രി അവ മോഷ്ടിക്കുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു. ബൈക്കുകൾ മോഷണം മാത്രമല്ല, ബൈക്ക് മോഷ്ടിച്ച ബൈക്ക് നല്ല വിലക്ക് വിൽക്കുന്നതിന് വേണ്ടി വ്യാജമായിട്ട് RC നിർമ്മാണമാണ്. അതാണ് പ്രതിവേശം കാണിച്ചത്. വളരെ എനിക്ക് തോന്നി ഒറിജിനലിന് പോലും വെല്ലുന്ന രീതിക്കുള്ള നല്ലല്ല. ഒരു ഹോളോഗ്രാം വരെ അതിൽ പതിച്ചിട്ടുണ്ട്. ഇത് വിറ്റാണ് പൈസ ഒക്കെ നല്ല വിലക്ക് ബൈക്ക് വിറ്റുണ്ട്. അതിനേക്കാളൊക്കെ ഇതിൻ്റെ വ്യാജമായിട്ട് RC നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിന് ഉപയോഗിച്ച് ഒരു കള്ളനോട്ട് പ്രിൻ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. കള്ളനോട്ട് പ്രിൻ്റ് ചെയ്യും, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി മോശമായതുകൊണ്ട് അത് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് സംശയം തോന്നിയതുകൊണ്ട് അത് ഒഴിവാക്കുകയും ചെയ്തതാണ്. OLX പരസ്യം കണ്ട് ബുള്ളറ്റ് വാങ്ങിയ കൊല്ലം സ്വദേശി താക്കോൽ കൈമാറുന്ന സമയത്ത് എടുത്ത ഫോട്ടോ പിന്തുടർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഇന്റർനെറ്റിൽ ക്ലോറോഫോം നിർമ്മാണ രീതി പഠിച്ച പ്രതികൾ വൻ കവർച്ചയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. സംഭവത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ആലുവ കുന്നുംപുറത്ത് SBTയുടെയും കൊരട്ടി സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെയും ATMകൾ സ്ഫോടനം നടത്തി കവർ ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പിടിയിലായ കൃഷ്ണദാസ്. ഇതിലെ കൂട്ടുപ്രതിയെയും പിടികൂടാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.